എന്തുകൊണ്ടായിരിക്കാം ആര്യയുടെ രണ്ട് റിലേഷൻ, ആദ്യത്തെ ഹസ്ബൻഡിൽ നിന്നും നിങ്ങൾ ഡിവേഴ്സായി, രണ്ടാമതൊന്നും വന്നു, അതും ഇപ്പൊ ഇങ്ങനെ വന്നു, എന്തുകൊണ്ടായിരിക്കും ആര്യക്ക് തോന്നണത്? ആദ്യത്തെ റിലേഷൻഷിപ്പ് എന്റെ പ്രശ്നമായിരുന്നു. ഐ വാസ് റോങ് ഫ്രം മൈ സൈഡ്. അത് ഞാൻ ഇതിനു മുമ്പുള്ള ഒരു പ്ലാറ്റ്ഫോമിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, പക്ഷെ ഇറ്റ് വാസ് തറലി മൈ മിസ്റ്റേക്ക്. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ആ റിലേഷൻഷിപ്പ് അങ്ങനെയാണ്, അത് വേണ്ടാന്ന് തോന്നിയത്. അത് പിന്നെ എന്റെ ഒരു അത് കഴിഞ്ഞ് കുറെ നാൾക്ക് ശേഷമാണ് ആയിരിക്കും എന്റെ മിസ്റ്റേക്ക് ആണ് എന്നുള്ളൊരു റിയലൈസേഷൻ അല്ല, അത് ആ സമയത്ത് എനിക്ക് ആ റിയലൈസേഷൻ ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ ഫൊർഗീവ് ചെയ്യില്ലായിരുന്നോ? ചെയ്യാമായിരിക്കാം, പക്ഷേ നമുക്ക് എപ്പോഴും ഉള്ളിൽ ഇങ്ങനെ ഒരു പേടി കിടക്കും. വീണ്ടും വീണ്ടും നമ്മുടെ ലൈഫ് ഇനി മുന്നോട്ട് ഒന്നിച്ചു പോകുമ്പോ ഇത് വരുമോ വീണ്ടും അതിനുള്ളിൽ. ഷുഡിൻ ബോദർ us. പിന്നെ ഐ തോട്ട് ഹി ഡിസേർവ്സ് എ ബെറ്റർ ലൈഫ്. അവിടെ ആര്യ തെറ്റ് ചെയ്തതിന്റെ ഒരു അതെ, എനിക്കൊരു ഗിൽറ്റ് വന്നതാണ് അവിടെ. അപ്പം ഐ ജെനുവിൻലി തോട്ട് ഹി ഷുഡ് ഹാവ് എ ബെറ്റർ ലൈഫ് എന്നുള്ളത്. പിന്നെ ഹി ഫൗണ്ട് ഹിസ് ലൈഫ് പാർട്ട്ണർ ഓൾസോ. ആളിപ്പം മാരിഡ് ആണ്, ഹാപ്പി ആയിട്ട് അവര് ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, ഹാപ്പി ആയിട്ട് പോകുന്നു. സോ ദാറ്റ് വാസ് മെന്റ് ടു ബി. അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ശരിയാണ്, വി ഹാവ് എ ബ്യൂട്ടിഫുൾ ഗേൾ ചൈൽഡ്. അവൾക്ക് ഞങ്ങൾ രണ്ടുപേരും ഉണ്ട്. അവള് ഈ പറയുന്ന പോലെ വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. അച്ഛനും അമ്മയും ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് തന്നെയാണ് അവളെ വളർത്തുന്നതും. അവളുടെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ ഡിസിഷൻസ് എല്ലാം മ്യൂച്വൽ ആണ്. ആൻഡ് ഈക്വലി ആള് വരുമ്പോ, ഐ മീൻ വെനെവർ he wants to be with her, she goes to him. അല്ലാത്തപ്പം ഞാൻ ടേക്ക് കെയർ ചെയ്യണു. അങ്ങനെ ഒരു ഡിഫറൻഷിയേറ്റ്, അങ്ങനെ ഒരു പ്രശ്നമേ അവിടെ വരുന്നില്ല. അതാണ് ഫസ്റ്റ് റിലേഷൻഷിപ്പിൽ സംഭവിച്ചത്. സെക്കൻഡ് റിലേഷൻഷിപ്പ് ഈ പറഞ്ഞ പോലെ ചിലപ്പം ആദ്യത്തെ റിലേഷൻഷിപ്പിൽ ഉള്ള എന്താ പറയാ, അതിനുള്ള ശിക്ഷയായിട്ട് എനിക്ക് കിട്ടിയതായിരിക്കാം. സെക്കൻഡ് റിലേഷൻഷിപ്പ് ഈ പറഞ്ഞ പോലെ ഷിബ്ല പറഞ്ഞില്ലേ, ഞാൻ റിലേഷൻഷിപ്സിൽ 150% കൊടുക്കുന്ന ആളാണ്. ഞാൻ ഭയങ്കര ഇൻവെസ്റ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു എന്റെ സെക്കൻഡ് റിലേഷൻഷിപ്പ്. എനിക്ക് അയാളെ ജെന്യുവിൻലി ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. I knew he was not the perfect person and all. ആൾക്ക് ഫ്ലോസ് ഉണ്ടായിരുന്നു, ആൾക്ക് പാസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം ഓക്കെ ആയിട്ട് അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്ത ഒരാളായിരുന്നു ഞാൻ. ബട്ട് ഐ നെവർ തോട്ട് ഹി വുഡ് ഡു ദിസ് ടു മീ. പിന്നെ അതിന് ഞാൻ കുറ്റം പറയുന്നില്ല. മേ ബി ആൾക്ക് നമുക്ക് ഫസ്റ്റത്തെ ഒരു അടി പോലെ നമുക്ക് അത് കിട്ടി, അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ആയിക്കോട്ടെ, നമ്മൾ അങ്ങനെ ഒന്ന് ചെയ്തുകൊണ്ട് നമുക്ക് മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യാനും പറ്റില്ല. ഞാൻ ബ്ലെയിം ചെയ്യുന്നില്ല. എനിക്ക് ആകപ്പാട് ആളുടെ അടുത്ത് ദേഷ്യം തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്തില്ല. ലൈക്ക് വേറെ ഒരു ആളോടൊരു ഇഷ്ടം തോന്നി, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിലേക്ക് പോയി എന്നുള്ളത് അത് ഓപ്പൺലി എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് ബാക്ക് ചെയ്യും. വി വുഡ് നെവർ ഫോഴ്സ് സമ്മൺ. നമുക്ക് ഒരാളെ ഫോഴ്സ് ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മളെ കൂടെ നിൽക്കൂ എന്നുള്ളത്. അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടി നേരത്തെ, കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് ഇതൊന്ന് കം ഔട്ട് ചെയ്യാൻ പറ്റിയേനെ വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൈ പീപ്പിൾ. പക്ഷെ അത് സംഭവിച്ചില്ല. അപ്പോ ഇത്രയും ട്രൂ ഫ്രണ്ട്സിനെ പോലെ തന്നെ ചില ഫ്രണ്ട്സ് അപ്പൊ ആര്യനെ ചീറ്റ് ചെയ്തിട്ടും ഉണ്ടാവണം. അല്ലേ? ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒന്ന് സംഭവിച്ചത്. അല്ലേ? അതും ശരിക്കും ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള, ഇറ്റ് ഈസ് വെരി പെയിൻഫുൾ. ആരും ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല ഈ ഒരു സാധനം ആ ഒരു പർട്ടിക്കുലർ പേഴ്സണിൽ നിന്ന് വരും. അതാണ് എനിക്ക് ട്രോമയായി പോയത്. അതിപ്പോ മേ ബി ഞാൻ അറിയാത്ത ഒരാളായിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പം ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇത് എനിക്ക് ആ പെയിൻ ശരിക്കും കിട്ടുന്നു, കാരണം എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്റെ കണ്ണിപ്പം നിറയാണ് ആക്ച്വലി. കാരണം ആ ഒരു വേദന ഒരു ലേഡി എന്നുള്ള രീതിയിൽ എന്റെ കണ്ണ് നിറയണം. നമുക്കത് ശരിക്കും നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ആര്യ അത് യു വെന്റ് ത്രൂ ദാറ്റ്. ഭയങ്കര ആര്യ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്തു? ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട്. ഞാൻ ഐ ഫെൽ ഓൺ ടു എ ഡിപ്രഷൻ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഐ ലോസ്റ്റ് മൈസെൽഫ്. നമുക്കത് കാരണം നമ്മൾ ജീവനായിട്ട് നമ്മുടെ കൂടെ നിർത്തിയിട്ടേ അവൾ എനിക്കിട്ട് ഇങ്ങനെ പണിയ എന്നൊക്കെ പറയണത് ശരിക്കും. അതെ, എന്റെ കാര്യത്തിൽ കുറച്ചും കൂടെ ബുദ്ധിമുട്ടായി പോയത്, ഞാൻ ഇതെല്ലാം ഫേസ് ചെയ്യുന്നത് ലോക്ക്ഡൌണിന്റെ സമയത്താണ്. മൊത്തത്തിൽ ഞാൻ പെട്ടുപോയ അവസ്ഥയായിരുന്നു. ലൈക്ക് ഐ കുഡന്റ് ഡു എനിത്തിങ്. എന്നുവെച്ചാൽ നമുക്കിപ്പോ ഒരു കൗൺസിലറിന്റെ അടുത്ത് പോലും പോവാൻ പറ്റത്തില്ല എന്നുള്ള ഒരാളെ ഇപ്പം നമ്മൾ പറയും ഓക്കെ ഫ്രണ്ട്സിന്റെ അടുത്ത് പോയിരുന്ന് ചിലപ്പോ സംസാരിച്ചാ ഓക്കെ, എങ്ങനെ പോവാനാ? മുറിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല, ബിക്കോസ് വി ആർ ഓൾ ലോക്ക്ഡൌൺ. ആകപ്പാടെ ഈ കമ്മ്യൂണിക്കേഷനേ ഉള്ളൂ. പക്ഷെ എത്രയൊക്കെ നമ്മൾ ഫോണിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും ഒരു ഫേസ് ടു ഫേസ് നമ്മൾ ഇപ്പൊ ഇങ്ങനെ ഇരുന്നൊരു ബ്രേക്ക് ഡൗൺ ചെയ്ത് പോയാൽ ചിലപ്പോൾ ഇതങ്ങ് പോവും. അതും ഫോണിൽ നമ്മൾ സംസാരിക്കുന്നതൊക്കെ തമ്മിൽ there's a lot of difference. അപ്പം ആ ഒരു സാധനവും എനിക്ക് കിട്ടിയില്ല. അപ്പൊ ഞാൻ മുഴുവനായിട്ട് ഞാൻ അതിൽ
എന്താ പറയാ ഡ്രൗൺ ആയി പോയി. ആരാ പിന്നെ ആര്യനെ ഹെൽപ്പ് ചെയ്തത്? ഞാൻ തന്നെയാ. ഇപ്പൊ എന്ത് പറയാൻ വന്നു? പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു പോയിന്റിൽ നമ്മൾ റിയലൈസ് ചെയ്യും. എന്നെ ഈ പറഞ്ഞ പോലെ പുഷ് ചെയ്യാൻ അഫ്കോഴ്സ് എന്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഒരു പോയിന്റ് എത്തിയപ്പോൾ അവരെല്ലാരും റിയലൈസ് ചെയ്തു ദാറ്റ്സ് ഞാൻ മുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത്. അപ്പൊ അവരെല്ലാരും അവരുടെ എല്ലാ സൈഡിൽ നിന്നും മാക്സിമം പറ്റുന്ന രീതിയിലൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തു. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ എന്നെ ഇതിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ഇസ് മൈ ഡോട്ടർ. അവളൊന്നും ചെയ്തിട്ടല്ല, പക്ഷെ അവളുടെ പ്രസൻസ് ഇൻ മൈ ലൈഫ് അത് മതിയല്ലോ. നമ്മൾ ജീവിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഷീസ് മൈ എവറിഥിങ്. ഞാൻ ഇപ്പൊ ജീവിക്കുന്നതും ഇപ്പൊ കഷ്ടപ്പെടുന്നതും ഒക്കെ അവളുടെ ഫ്യൂച്ചർ സെക്യൂർ ആക്കുക, അവളെ ഹാപ്പി ആയിട്ട് വെക്കുക. ശരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഫീല് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് ശരിക്കും. ഭയങ്കര ഇത് കണ്ടു കഴിഞ്ഞാൽ എന്നെ ഈ പറഞ്ഞ എന്റെ ഫ്രണ്ട്സ് എല്ലാരും ചീത്ത വിളിക്കും. എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇനി മേലാൽ ഇതും പറഞ്ഞുകൊണ്ട് എവിടെങ്കിലും പോയിരുന്നു മോങ്ങിയ. പക്ഷെ അത് നമ്മള് കാരണം നിങ്ങളുടെ കൂടെ ഒരു രീതിയിലും പിക്ചറിലുള്ള ഒരാളായിരുന്നില്ല ഞാനൊരു പുറത്തുനിന്നുള്ള ഒരു ലേഡി എന്നുള്ള രീതിയിൽ ഇന്നിപ്പോ ആര്യനെ ഇത്രത്തോളം ഇൻ ആൻഡ് ഔട്ട് മനസ്സിലാക്കിയതിൽ നിന്നും എനിക്ക് ഇത്രത്തോളം ഹേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ, എന്റെ കണ്ണുകൾ നിറഞ്ഞു ഇങ്ങനെ ഒഴുകണം എന്നുണ്ടെങ്കിൽ ആ ഒരു അത് അവർക്ക് ഞാൻ ഇങ്ങനെ ഇരുന്ന് കരയണത് കാണാനൊന്നും അവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് അവര് പറയുന്നത്. കുറച്ചും കൂടെ ബോൾഡ്. അല്ലാതെ വേറൊന്നും കൊണ്ടിട്ടല്ല. അവര് പറയണത് എന്തിനാ ഇങ്ങനെ പോയിരുന്നു ഇനി കരയില്ലേ എന്ന് പറയും. അത് അവരുടെ പോയിന്റ് ഓഫ് വ്യൂല് വളരെ അവർക്ക് അങ്ങനെ പറഞ്ഞ പോലെ ഈ ഞാൻ മറ്റേ ഇമോഷണൽ ആളായതുകൊണ്ട് ഇത് ട്രിഗറായി വരും. കഴിഞ്ഞു, ദാറ്റ്സ് ഓവർ. പക്ഷെ എന്നാലും അത് ആര്യ എത്ര ടൈം എടുത്തിട്ടുണ്ടോ അതിന്ന് റിക്കവർ ചെയ്ത് ഇങ്ങനെ വരാനായിട്ട്? സെൽഫ് തന്നെയാണ് അത് കംപ്ലീറ്റ് വർക്ക് ചെയ്തത്. മോർ ദാൻ 1 year അല്ലേ? പിന്നെ ഞാൻ എന്താ ചെയ്ത വെച്ചാല് ഞാൻ ഐ വാണ്ടഡ് ടു ഡിസ്ട്രാക്ട് മൈ മൈൻഡ് കംപ്ലീറ്റ്ലി. അങ്ങനെ ഞാൻ ഫുൾ എന്റെ കോൺസെൻട്രേഷൻ എന്റെ ബ്രാൻഡിലിട്ടു. കാഞ്ചീപുരത്തില് ഒന്നും നോക്കിയില്ല. ബ്രാൻഡ് മാക്സിമം വർക്ക് ചെയ്ത് എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്താണ് ഞാൻ ആ ബ്രാൻഡിനെ ഒന്ന് ശരിക്കും പൊക്കി എടുത്ത് കൊണ്ടുവന്നത്. പിന്നെ അതില് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ, നമുക്ക് അതിലൊരു അഡിക്ഷൻ വരുമല്ലോ. ഓക്കെ, വെൻ വി സീ ദാറ്റ് ഓക്കെ സംതിങ് ഈസ് വർക്കിംഗ് ഔട്ട് ഗുഡ് ഫോർ അസ്, പിന്നെ നമ്മൾ അതിലേക്കാവും ഫുള്ള്. വേറെ ഒന്നിലേക്ക് നമുക്ക് പോവാനുള്ള ഒരു മൈൻഡ് വരില്ല. കംപ്ലീറ്റ് ഫോക്കസ് അതില്ല. ബിക്കോസ് അതിൽ നിന്ന് എനിക്ക് വേണ്ടതെല്ലാം കിട്ടുന്നുണ്ട്. സാറ്റിസ്ഫാക്ഷൻ, ഹാപ്പിനെസ്, പീസ് ഓഫ് മൈൻഡ്, എവറിഥിങ്. വേറെ ഒന്നും നോക്കില്ല. പിന്നെ തിരിഞ്ഞു നോട്ടം ഉണ്ടായി. അങ്ങോട്ട് തിരിഞ്ഞു നോക്കുക വേണ്ട. ഞാൻ എപ്പോഴും പറയണ ഒരു കാര്യമാണ്, ഐ എം സ്റ്റിൽ വെരി താങ്ക്ഫുൾ ടു ദാറ്റ് പേഴ്സൺ ഫോർ വൺ തിങ്. ആളില്ലായിരുന്നെങ്കിൽ ചിലപ്പോ കാഞ്ചീപുരം എന്ന് പറയുന്ന ബ്രാൻഡ് ഞാൻ സ്റ്റാർട്ട് ചെയ്യില്ലായിരുന്നു. ആ സമയത്ത് ആൾ എനിക്ക് തന്ന ഒരു ഇമോഷണൽ ആൻഡ് മോറൽ സപ്പോർട്ട് ഉണ്ട്. ദാറ്റ് ഇസ് ഹ്യൂജ്. കാരണം അതിന് ഞാൻ ഐ വിൽ ബി ഫോർ എവർ ഗ്രേറ്റ്ഫുൾ. ചിലപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കും അദ്ദേഹം ലൈഫിൽ വന്നിട്ടുണ്ടാവും. അത് വന്നു, ഇതിങ്ങനെ ആയി, അതങ്ങ് പോയി, നമ്മൾ കുറച്ച് കാര്യങ്ങൾ അതോടെ പഠിച്ചു. ആ ഒരു അതിൽ പഠിച്ചത് കൊണ്ട് നമ്മൾ ഇപ്പോ കാഞ്ചീപുരം കുറച്ചും കൂടെ എന്നുള്ള രീതിയിൽ ബോൾഡ് ആവുന്നു. പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായ താരം റീലുകൾ പങ്കുവച്ചും വിശേഷങ്ങൾ പങ്കുവച്ചും ചോദ്യോത്തരങ്ങൾ പങ്കുവച്ചും ഒക്കെ എത്താറുണ്ട്. തനിക്കെതിരെ വരുന്ന എല്ലാ അലിഗേഷൻസിനും വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും എല്ലാം ആര്യ കൃത്യമായ മറുപടി നൽകാറുമുണ്ട്. തന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെപ്പറ്റി ബിഗ് ബോസിൽ പലപ്പോഴും തുറന്നു പറയുകയും ചെയ്തു. ബിഗ് ബോസിൽ വെച്ച് തനിക്കൊരു പ്രണയമുണ്ടെന്നും ആ ബിഗ് ബോസ് ഷോ കഴിഞ്ഞാൽ തങ്ങൾ ഒന്നാകുമെന്നും ഒക്കെ ആര്യ തുറന്നു പറഞ്ഞിരുന്നു. വർഷങ്ങളായുള്ള ബന്ധമായിരുന്നു അത്. എന്നാൽ ബിഗ് ബോസിൽ നിന്നും തിരിച്ചു മടങ്ങി ആര്യയെ കാത്തിരുന്നത് വലിയൊരു ദുരന്ത വാർത്തയായിരുന്നു. കാരണം താൻ ഏറെ പ്രണയിച്ച തന്റെ കാമുകനെ, അല്ലെങ്കിൽ താൻ വിവാഹം കഴിക്കാൻ പോകുന്ന തന്റെ പ്രിയപ്പെട്ട ആളെ തന്റെ ഉറ്റ കൂട്ടുകാരി സ്വന്തമാക്കി കഴിഞ്ഞു എന്ന വാർത്തയാണ്. ആര്യ ഇത് കണ്ടെത്തുകയായിരുന്നു. ഒരിടത്തൊരു ഹോപ്പ് തന്നോണ്ടിരിക്കും. എന്നാൽ അറ്റ് ദ സെയിം ടൈം എനിക്ക് ഫീൽ ചെയ്തത് ഇതാണ്, ലൈക്ക് അപ്പൊ നമുക്കൊരു മെന്റൽ ടോർച്ചർ ആണല്ലോ അത്. ലൈക്ക് നമ്മളത് we know that there is something happening and ഞാൻ കണ്ടുപിടിക്കുകയും ചെയ്തു that there's this relationship going on എന്നുള്ളത്. അപ്പൊ എന്നോട് ഈ പറയുന്നൊക്കെ നുണയാണെന്നുള്ളത് എനിക്ക് അറിയാം. Stupid explanation. Exactly. I wanted to know how long this explanation will go. I knew the fact, പക്ഷേ I was buying all the things, the lies he was going on telling me. എന്നാൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഓണസ്റ്റ് ആയിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു. ഞാൻ ഐ ഡോണ്ട് വാണ്ട് ടു ഡു ദിസ് എനി മോർ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഖലാസ് തീർന്നു.
ഞാൻ അപ്പൊ സ്റ്റോപ്പ് ചെയ്തിട്ട് എത്ര പെയിൻഫുൾ ആയിട്ടായിരിക്കും ആര്യ ഓരോ തവണയും ഇങ്ങനത്തെ കാര്യങ്ങൾ യു ന്യൂ ദാറ്റ് അല്ലേ, എന്നിട്ട് അറിഞ്ഞിരുന്നിട്ട് ചോദിക്കുമ്പോ എഗെയിൻ പുള്ളി പറയണ ഓരോ ഇങ്ങനത്തെ ഒരു ഇതിനകത്തുനിന്ന് പക്ഷെ എനിക്ക് യുനോ പലരും എന്നെ വിശ്വസിച്ചില്ല ഞാനിത് പറയുമ്പോ. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് ഈ പറഞ്ഞ പോലെ ഇതിൽ വന്നിരിക്കുന്ന തേർഡ് പേഴ്സൺ ഒരു ഫ്രണ്ട് എന്റെ ഫ്രണ്ട് ആയിരുന്നത് കൊണ്ടും വി ഹാഡ് കോമൺ ഫ്രണ്ട്സ് ഓൾസോ. സോ ഒരിക്കലും ആരും വിശ്വസിക്കില്ല ഈ കുട്ടിയാണ് എന്ന് അവരൊന്നും അറിഞ്ഞിരുന്നില്ല, ബാക്കി നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളൊന്നും nobody knew. കംപ്ലീറ്റ്ലി ഹൈഡ് ചെയ്ത് വെച്ചു. But her husband found out. ആള് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ nobody else, like friends, ആർക്കും അറിയില്ലായിരുന്നു. Nobody was ready to believe also.